പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത ഫൈനൽ എക്സാം 4ാം ക്ലാസ് താരീഖ് കഴിഞ്ഞ ദിവസം നടന്ന മാതൃകാ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുന്ന നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നമുക്ക് നേരെ ചോദ്യപേപ്പർ വിശദീകരണത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നതാണ്. 7 പ്രധാന ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ ഇപ്പുറത്തെ കള്ളിയിൽ ഡിസോർഡറായി നൽകിയിട്ടുണ്ട്. ചോദ്യത്തിന് നേരെ യോജിച്ച ഉത്തരങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് ഹിജ്റ. ഹിജ്റയുമായി ബന്ധപ്പെട്ടത് ഈ കോളത്തിൽ ഏതാണുള്ളത്? ഹിജ്റയുമായി ബന്ധപ്പെട്ടത് സൗർ ഗുഹയാണ് ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒളിഞ്ഞ് താമസിച്ചിരുന്നത് സൗർ ഗുഹയിലാണല്ലോ. രണ്ടാമത്തത് മസ്ജിദുൽ അഖ്സ എന്നാണ്. മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ടത് ഫലസ്തീൻ. മസ്ജിദുൽ അഖ്സ ഉള്ളത് ഫലസ്തീനിലാണ്. മൂന്നാമത്തത് ഒന്നാം അഖബ ഉടമ്പടി. ഒന്നാം അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടത് നുബൂവത്തിൻ്റെ 12ാം വർഷമാണ് അത് നടന്നത്. 4 രണ്ടാം അഖബ ഉടമ്പടിയോ നുബൂവത്തിൻ്റെ 13ാം വർഷം നടന്നു. ഇനി അഞ്ചാമത്തത് ഉപരോധം. ഉപരോധം എന്നുള്ളതിനോട് യോജിച്ചത് 3 വർഷം എന്നതാണ്. കാരണം ഉപരോധം 3 വർഷത്തോളം ഉണ്ടായിരുന്നു എന്ന് പാഠത്തിലുണ്ട്. ആറാമത്തത് നജാഷി എന്നതിനോട് യോജിച്ചത് ഏതാണ്? അസ്ഹിമ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് അസ്ഹിമ എന്നാണ് പാഠത്തിലുണ്ട്. ഏഴാമത്തത് ആദ്യത്തെ പലായനം. എങ്ങോട്ടാണ്? എത്യോപ്യയിലേക്കാണ്. അതാണ് യോജിച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. എല്ലാവരും എല്ലാ പാഠങ്ങളും നന്നായി വായിക്കുക. പാഠങ്ങൾ എത്ര കണ്ട് വായിക്കുന്നോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയട്ടെ. രണ്ടാമത്തത്, വായിക്കുന്നതിന് മുമ്പ് വളരെ കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇതുപോലെ മറ്റു നല്ല നല്ല പേപ്പറുകൾ ഇനിയും നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് അത് നഷ്ടപ്പെടാതിരിക്കട്ടെ. രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നൊരു ചോദ്യമാണ്. അതിലൊന്നാമത്തത്, അവർക്ക് മക്കയിലെ വിവരങ്ങൾ എത്തിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള ആയിരുന്നു. അവിടെ അബ്ദുള്ള എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അത് സൗർ ഗുഹയിൽ നബിതങ്ങൾ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുത്ത കാര്യമാണ്. രണ്ടാമത്തത് ഇനാമിൽ കണ്ണുവെച്ച്. ഇനാം എന്ന് പറഞ്ഞാൽ നമുക്ക് പാരിതോഷികം തരാമെന്ന് പറയില്ലേ, സമ്മാനം. നമ്മളൊരു കാര്യം ചെയ്താൽ സമ്മാനം കിട്ടൂല, അതാണ് ഇനാമിൽ. സമ്മാനത്തിൽ കണ്ണുവെച്ച് അവരിൽ പലരും തിരഞ്ഞ് സൗർ ഗുഹയുടെ അടുത്ത് വരെ എത്തി. സൗർ ഗുഹയുടെ അടുത്ത് വരെ എത്തി. എഴുതുന്നത് കൂടെ ശ്രദ്ധിക്കണേ. 3 അലി റളിയല്ലാഹുവിനോട് തൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ നബിതങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ ആരോടാണ് കിടന്നുറങ്ങാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അലി റളിയല്ലാഹുവിനോട്. ഇനി നാലാമത്തത്, ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കും. ഇത് രണ്ടാം അഖബയിൽ മദീനയിൽ നിന്ന് വന്നവർ പറഞ്ഞതല്ലേ, ആവണം ഇൻഷാ അല്ലാഹ്. പാഠം വായിച്ചാൽ കിട്ടും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠം നല്ലോണം വായിക്കുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തത് എണ്ണം എഴുതാം എന്നുള്ളതാണ്. എത്ര പേരെന്നുള്ളതാണ്. എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ 10 പുരുഷന്മാരും 4 സ്ത്രീകളും, 14, ടോട്ടൽ 14. രണ്ടാമത്തത്, രണ്ടാം അഖബ ഉടമ്പടി ചെയ്ത പുരുഷന്മാർ 73 പുരുഷന്മാർ. അതാണ് പുരുഷന്മാരെന്ന് ചോദിച്ചത്. അവിടെ തന്നെ പറയുന്നുണ്ട് 2 സ്ത്രീകളാണെന്ന് എൻ്റെ ഓർമ്മ. 73 പുരുഷന്മാരും 2 സ്ത്രീകളും. മൂന്നാമത്തത്, ഹിജ്റയിൽ എത്ര ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുബായിൽ എത്തിച്ചേർന്നു? അപ്പോൾ ഹിജ്റ അതിൽ എത്ര ദിവസം കൊണ്ടാണ് കുബായിലെത്തിയത് പറയുന്നുണ്ട്. 8 ദിവസം കൊണ്ടാണ് കുബായിലെത്തിയത് എന്ന് പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എണ്ണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ മറ്റു നുബുവത്തിൻ്റെ വർഷങ്ങൾ, ഹിജ്റ വർഷങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല, ഫുൾ മാർക്ക് നേടാൻ കഴിയും. ഇനി നാലാമത്തത്, ഉത്തരം എഴുതാം എന്നുള്ളതിൽ രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മദീനയിലെ പ്രധാന കുടുംബങ്ങൾ ഏതെല്ലാം? ഔസ്, ഖസ്റജ് എന്നീ 2 കുടുംബങ്ങളാണല്ലോ പുസ്തകത്തിൽ പറഞ്ഞത്. ഔസ്, ഖസ്റജ്.
2 ഇസ്രാ എന്നാൽ എന്ത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂട്ടി കൊടുക്കണം, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതാതിരുന്നതാണ്. അപ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. നബി തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ യാത്രയാണ് ഇസ്രാ. ഇനി മൂന്നാമത്തത് തായിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്രയാണ്? അപ്പോൾ നേരത്തതിൽ ഇസ്രാ എന്നാണ് ചോദിച്ചത്, പിന്നെ മിറാജ് എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ തോയിഫിൽ നിന്ന് അവിടെ മാറിപ്പോയിട്ടുണ്ട്, എന്നാണ്. തോയിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം, ചോദ്യം നേരെ തിരിച്ചായിരുന്നു വരേണ്ടത്. മക്കയിൽ നിന്ന് തോയിഫിലേക്കുള്ള ദൂരം എന്നാണ് ബുക്കിൽ പറഞ്ഞത്. ഏത് എന്നാലും രണ്ടും കണക്കന്നെ 91 കിലോമീറ്റർ. നാലാമത്തത് ഹിജ്റ എത്രാം വർഷമാണ് നജാഷി രാജാവ് വഫാത്തായത്? ഹിജ്റ 9-ാം വർഷമാണ്. അഞ്ചാമത്തത് നുബുവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസത്തിൽ ആയിരുന്നു. ഇത് ഏത്? അതൊക്കെ എന്ന് പറഞ്ഞാൽ പുസ്തകം നല്ലോണം വായിച്ചവർക്കേ ഇത് ഏതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. എത്യോപ്യയിലേക്കുള്ള ആദ്യത്തെ പലായനമാണ് ഈ വർഷം റജബ് മാസത്തിൽ നടന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞ 5 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ചാൻസ് ഉണ്ട്. വീണ്ടും പറയുന്നു, പാഠം നന്നായി വായിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ എളുപ്പവഴി. ഇനി അടുത്തൊരു ചോദ്യം, 5-ാമത്തത് അവസാനത്തതാണ്. ആര് പറഞ്ഞു എന്നൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, കാരണം അതിന് സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തത്, അങ്ങയുടെ വേദന അള്ളാഹു കേട്ടിരിക്കുന്നു. ആര് പറഞ്ഞതാണിത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ആരോട് പറഞ്ഞു അതും ചിലപ്പോൾ ചോദിക്കാം. ഇത് ജിബ്രീൽ അലൈഹി സ്വലാം നബിയോട് പറഞ്ഞതാണ്. അരുത്, അങ്ങനെ ചെയ്യരുത്. അത് നബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തത്, ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക എന്നുള്ളത് അബൂജഹൽ പറഞ്ഞതാണ്. അബൂജഹൽ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാവരും അബൂജഹലിനെ തന്നെ ശ്രദ്ധിച്ചു എന്നൊക്കെ പാഠത്തിൽ പറയുന്നുണ്ടല്ലോ, അതാണ്. നാലാമത്തത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കരുത്, നോ ടെൻഷൻ, അള്ളാഹു നമ്മോട് കൂടെയുണ്ട്, അള്ളാഹു നമ്മളോട് കൂടെയുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗർ ഗുഹയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യമല്ലേ, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏതാണ് ചോദ്യം വരുന്ന രൂപം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. വാർഷിക പരീക്ഷയാണ്. 1-ാമത്തെ പാഠം മുതൽ അവസാന പാഠത്തിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ഭാഗം നന്നായി കവർ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ 1 മുതലും വായിച്ചു നോക്കുക. അവിടെ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കലും നമുക്ക് ഇന്ന ഭാഗം ഇന്ന പേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. കൂടുതൽ ചോദ്യങ്ങളും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും, അത് ഉറപ്പാണ്. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് വേണം. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.